ട്രെയിൻ നമ്പർ 163 ഗുരുവായൂർ മധുര എക്സ്പ്രസ് कोल्लम जंक्शन नागावत प्लेटफॉर्म मेरे यात्रियों कृपया ध्यान दीजिए। प्रबलोत चंगोटे से होकर जाने वाली गाड़ी नंबर 16328 गुरुवायूर मधुरा एक्सप्रेस कोल्लम जंक्शन प्लेटफॉर्म नंबर 4 पर खड़ी। ഈ കൊല്ലം തെങ്കാശി റൂട്ട് നല്ല അടിപൊളിയല്ലേ? നല്ല വൈബുള്ള സ്ഥലം, നല്ല രസമല്ലേ കാണാനല്ലേ? നിങ്ങൾ തെങ്കാശിയിലൊക്കെ എങ്ങനെയാണ്? നല്ല അടിപൊളിയാണോ? തെങ്കാശി അല്ല അവിടെ സൂപ്പറാണ്. അവിടെ സൂപ്പർ എന്നാ പറയുന്നത്. കേരള സൂപ്പറായ അച്ഛ സൂപ്പറായ. ഹായ്, എല്ലാവർക്കും ഒരു പുതിയ യാത്രയിലേക്ക് സ്വാഗതം കേട്ടോ. ആ ട്രെയിനിന്റെ സൗണ്ട് ബാക്കിട്ട് പുതിയ യാത്രയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ ഞാൻ നിൽക്കുന്നത് ഇപ്പം കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നുണ്ട്. ഞാൻ ഇവിടെ നിന്ന് കൊല്ലത്ത് നിന്ന് ഞാൻ ചെങ്കോട്ട വരെയാണ് പോകുന്നത്. ചെങ്കോട്ടയിൽ പോകുന്ന ട്രെയിനാണ് ഈ കിടക്കുന്ന ട്രെയിനാണ്. ഈ ട്രെയിനാണ് കൊല്ലം ചെന്നൈ എഗ്മൂർ ട്രെയിനാണ് കേട്ടോ. ഇവിടുന്ന് മധുര വഴി പോകുന്ന ട്രെയിനാണ്. കാരണം ഇത് പോകുന്നത് ഒരുപാട് അറിയാലോ, ചെങ്കോട്ട തരുമ്പം കേരളം തമിഴ്നാട് എല്ലാം ടച്ച് ചെയ്താണ് ഇത് പോകുന്നത്. കാരണം നല്ല രസമുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. പശ്ചിമഘട്ട മലനിരയിൽ കൂടെയാണ് ഇത് പോകുന്നത്. അപ്പം നല്ല കാണാത്ത നല്ല രസമായിരിക്കും. പിന്നെ 13 കണ്ടറ പാലം, ബ്രിട്ടീഷുകാരെ കാലത്ത് പണി വെച്ച പാലവും ഒക്കെയാണ് നമ്മൾ അതുകൊണ്ട് എന്തായാലും പോകുന്നത്. അപ്പൊ എന്തായാലും യാത്ര നല്ല അതിമനോഹരമായിരിക്കും, ആയിരിക്കട്ടെ അല്ലേ? അപ്പൊ എന്തായാലും പുതിയ യാത്രയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ടിക്കറ്റ് വേണ്ട, ടിക്കറ്റ് ചാർജ് ചെയ്തുകൊണ്ട് 50 രൂപയാണ് കേട്ടോ. ഇത് സെക്കൻഡ് ക്ലാസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇപ്പൊ ഇവിടുത്തെ ടിക്കറ്റ് ഇങ്ങനെ നമുക്ക് തരത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അതിനകത്ത് കയറി കൺവേർട്ട് ചെയ്യണം. ട്രെയിനിൽ കയറിയിട്ട് കൺവേർട്ട് ചെയ്യുന്നവർ പറഞ്ഞത്. അപ്പൊ എന്തായാലും ഞാൻ 50 രൂപ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ഞാനിതാണ് അവിടെ ഫ്രണ്ട് നിൽക്കുമ്പോഴേ അവിടെ എഞ്ചിന്റെ ഫ്രണ്ട് നിൽക്കായിരുന്നു. അപ്പോഴാണ് മഴ പെയ്തു, നല്ല മഴയായിരുന്നു കേട്ടോ. ഞാൻ ഫുള്ള് കുറച്ച് നനഞ്ഞു പോയി, കുടയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ഓടി വന്ന് ഞാൻ ഈ കമ്പർട്ടിനകത്ത് കയറി. ഇവിടെ ആരും ഇല്ല കേട്ടോ, നല്ല മഴയായിപ്പോയി. പ്രതീക്ഷിക്കാത്ത മഴ കേട്ടോ, നല്ല കറുത്ത് കിടപ്പുണ്ട്. അങ്ങോട്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല യാത്ര. മഴയാണെങ്കിൽ അടിപൊളിയായിരിക്കും, എന്നാലും നോക്കാല്ലേ. ഇതാണ് ട്രെയിൻ കേട്ടോ. ട്രെയിൻ നമ്പറും ട്രെയിനിന്റെ പേരും കണ്ടോ, തമിഴിലും മലയാളത്തിലും എഴുതിയിട്ടുണ്ട്. ചെന്നൈ എഗ്മൂർ കൊല്ലം എക്സ്പ്രസ് എഴുതിയിട്ടുണ്ട്. അത് 16-10-1 16-10-2 അതാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ഈ ട്രെയിൻ നമ്പർ കേട്ടോ. നിങ്ങൾക്ക് അങ്ങോട്ട് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ ഈ നമ്പർ ഓർമ്മിച്ച് വെച്ചിരുന്നാൽ മതി. ട്രെയിൻ നമ്പർ ഇതാണ്. ഇവിടെ ഇപ്പോഴും നല്ല മഴ പെയ്യുന്നുണ്ട് കേട്ടോ. ഈ കിടക്കുന്ന ട്രെയിനാണ് കേട്ടോ, മെമു ട്രെയിനാണ് കേട്ടോ. മെമ്മുവിന്റെ ഷെഡാണ് ഈ ബാഗിൽ കാണുന്നത്. ഒരു വണ്ടി അകത്ത് കിടപ്പുണ്ട്, ഒന്ന് പുറത്ത് കിടപ്പുണ്ട് കേട്ടോ. ഈ ബോഗി കണ്ടോ, ഞാനിപ്പോൾ S7 വന്ന് കയറി കേട്ടോ. ഞാൻ TT ചോദിച്ചപ്പോൾ കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞു S2 കയറാൻ പറഞ്ഞു. ഞാൻ എന്തായാലും S7 ഇവിടെ ആൾ പറയാണ്ട് ഇവിടെ വന്ന് കയറി കേട്ടോ. ഇതൊക്കെ ഇതൊന്നും ഒട്ടും ആരും ഇല്ല കേട്ടോ. ഇവിടെ ലൈറ്റ് പോലും ഇട്ടിട്ടില്ല, ആരുമില്ല. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ ഇവിടെ ഇരിക്കാം. TT വരുമ്പോൾ ഇവിടെ നിന്ന് കൺവേർട്ട് ചെയ്യാം. മഴ ഇപ്പം കുറച്ച് കുറഞ്ഞു കേട്ടോ. എന്നാലും ഇപ്പം 12 മണിയായി. 12 മണിക്ക് ഇവിടെ നിന്ന് എടുക്കാനുള്ള വണ്ടിയാണ്. ഞങ്ങളുടെ വണ്ടി എന്തായാലും ഇവിടെ നിന്ന് എടുത്തിട്ടോ, കറക്റ്റ് ടൈമിൽ എടുത്തു കേട്ടോ. 12 മണിക്ക് തന്നെ എടുത്തിട്ട് കൊല്ലം ജംഗ്ഷനിൽ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. ഈ സ്റ്റേഷൻ വരെ കിളിക്കൊല്ലൂർ സ്റ്റേഷൻ. കിളിക്കൊല്ലൂർ ഇവിടെ സ്റ്റോപ്പില്ല കേട്ടോ. അതിന് ലോക്കലിന് മാത്രമേ ഉള്ളൂ. നല്ല സ്പീഡിലാണ് പോകുന്നത് കേട്ടോ.
അതാണ് കിളിക്കൊല്ലൂർ ഉണ്ടോ. ഇത് അടുത്തൊരു സ്റ്റേഷൻ കേട്ടോ, കുണ്ടറ. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്, കുണ്ടറ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു. കൊല്ലത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് കുണ്ടറ. സ്റ്റോപ്പ് എല്ലാം ഉണ്ട് കേട്ടോ ഇവിടെ. നേരത്തെ ഈ കൊല്ലം ചെങ്കോട്ട ഈ റൂട്ട് എന്ന് പറയുന്നത് വൈദ്യുതീകരിച്ചിട്ടില്ലായിരുന്നു, മറ്റേ ഡീസൽ എഞ്ചിനായിരുന്നു. അപ്പോൾ അതൊരു നല്ല രസമാണ്. ആ ഡീസൽ എഞ്ചിനിൽ കാരണം അതിൻ്റെ ഒരു പ്രത്യേക സൗണ്ടും അതിൽ യാത്ര ഈ റൂട്ടുള്ള യാത്ര ഒരു അടിപൊളിയായിരുന്നു. ഇപ്പോൾ വൈദ്യുതീകരിച്ചപ്പോഴത്തേക്ക് കുഴപ്പമില്ല, എന്നാലും നല്ല യാത്ര സുഖം തന്നെയാണ്. പിന്നെ അതുപോലെ ഈ 13 കണ്ണട പാലം എന്ന് പറഞ്ഞില്ലേ, 13 കണ്ണട പാലത്തിൽ പണ്ട് ബ്രിട്ടീഷുകാർ അവർക്ക് ഇവിടെ നിന്ന് കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലോട്ട് ചരക്ക് കൊണ്ടുപോകാനും അവരുടെ സൗകര്യത്തിൽ നിർമ്മിച്ച ഒരു ലൈനും കൂടിയാണ് ഈ റെയിൽവേ ലൈൻ. എന്തായാലും യാത്ര ഒരു അടിപൊളി യാത്രയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കണ്ട അടുത്ത സ്റ്റേഷൻ കൊട്ടാരക്കര കേട്ടോ, കണ്ടോ കൊട്ടാരക്കര. കൊട്ടാരക്കര ഇവിടെ സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. കൊട്ടാരക്കര 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ വണ്ടി, 1ാമത്തെ പ്ലാറ്റ്ഫോമിൽ. ഇത് അടുത്ത സ്റ്റേഷൻ കേട്ടോ, ആവണീശ്വരം കേട്ടോ. ആവണീശ്വരം എന്ന സ്റ്റേഷൻ്റെ പേര്. ഇവിടെ സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇതുകൊണ്ട് ഇതാണ് ആവണീശ്വരം സ്റ്റേഷൻ കേട്ടോ. ഇവിടെ ഒന്നും വളരെ ആൾക്കാർ കുറവ് കേട്ടോ, കുറച്ച് പേരൊക്കെ ഇവിടെ കയറാനുള്ളൂ കേട്ടോ. ഇത് അടുത്തൊരു മെയിൻ സ്റ്റേഷനാണ് കേട്ടോ. മെയിൻ സ്റ്റേഷൻ പുനലൂർ കേട്ടോ, പുനലൂർ കേട്ടോ. ഇവിടെ ഒരു ട്രെയിൻ കിടപ്പുണ്ട് കേട്ടോ, ഏതാണെന്ന് അറിയില്ല കേട്ടോ. ഞാൻ നേരത്തെ അവിടെ കൂടെ നോക്കിയപ്പം കണ്ടായിരുന്നു. ഇത് വേണം മധുരൈ പുനലൂർ പാസഞ്ചർ കേട്ടോ. മധുരൈ പുനലൂർ പാസഞ്ചറാണ് ഈ ട്രെയിൻ. ഇവിടെ നിന്നാണ് പോകുന്നത്, പുനലൂരിൽ നിന്ന് പോകുന്ന ട്രെയിനാണ്. അതാണ് ഇതിവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. ഈ പുനലൂർ ഈ വണ്ടി ഇത്രയും കുറച്ച് ലേറ്റാണ് കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൻ്റെ ബാക്കിൽ അടുത്തൊരു എഞ്ചിൻ ഘടിപ്പിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വളവും കയറ്റും ഒക്കെ എല്ലാം ഉള്ളതാണ്. അപ്പം ബാക്കിലും ഫ്രണ്ടിലും എഞ്ചിനുണ്ട്. ബാക്കിലെ എഞ്ചിൻ ഘടിപ്പിക്കുന്നത് അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. കാരണം അതാണ് ഞാൻ എടുക്കാത്തത്. കണ്ട് അതവിടെ ഘടിപ്പിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അത് അവരെ എടുക്കണ്ടെന്ന് പറഞ്ഞത്. അതെന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കും. അതുകൊണ്ട് ഞാൻ അത് എടുത്തില്ല. അത് ഞാൻ ഇവിടെ നമുക്ക് കാണുമ്പോൾ അറിയാം, കുറച്ച് അവിടെയാണ് കാണുന്നത്. ഞാൻ കുറച്ചിട്ട് മാറി എന്നാണ് ആ വീഡിയോ എടുത്തത്. അപ്പോൾ ഇവിടെ നിന്ന് ബാക്കും ഫ്രണ്ടിലും എഞ്ചിനുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് ഇവിടെ നിന്ന്. ഞാനിപ്പം ഈ ട്രെയിനിൽ പോയപ്പോഴും ഞാൻ പരിചയപ്പെട്ടാണ് കേട്ടോ. ശിവാശിയ ശിവാശിയിലാണ്. പേരെന്നാ? സെൽവം. സെൽവം. സെൽവം പരിചയപ്പെട്ട. കൊല്ലത്ത് ജോലി ചെയ്യാതെ വണ്ടർല. വണ്ടർല. ഇപ്പം നാട്ടിൽ പോയിട്ട് തിരിച്ചു പോയി. അവിടെ വണ്ടർലയിൽ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ ട്രെയിനിൽ വെച്ച് കണ്ട് പരിചയപ്പെട്ടാണ്. ഒരു ഹായ് പറഞ്ഞു. ഹായ്. ഈ നദി കണ്ടോ, ഈ നദിയാണ് കല്ലട നദി കണ്ടോ. ഞാനിപ്പോൾ ട്രെയിനിൻ്റെ അതിലിരുന്ന് എടുത്താണ് കേട്ടോ. നോക്കി, കല്ലട നദിയാണ്. ഇവിടെ പുനലൂർ കഴിഞ്ഞതും കേട്ടോ നല്ല മഴ കേട്ടോ. അങ്ങോട്ട് നോക്കി, സൂപ്പർ മഴയാണ് കേട്ടോ. കാരണം വീഡിയോ എടുക്കാൻ പോലും പറ്റുന്നില്ല, അത്രയും നല്ല മഴ. ആ മഴയത്ത് ഈ പശ്ചിമഘട്ട മലനിരയിൽ കൂടെ ഇങ്ങനെ ട്രെയിനിലൊരു യാത്ര എന്ന് പറഞ്ഞത് അത് ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കേട്ടോ. അത്രയും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. കാരണം അതിൽ കൂടെ മഴയും കൂടെ ആയപ്പോഴേ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇപ്പോഴീ ട്രെയിന് ഒരു ചെറിയ നല്ലൊരു കയറ്റാണ് കേട്ടോ. ആ കയറ്റാണ് ഇപ്പോൾ കയറുന്നത് കേട്ടോ. അപ്പോൾ അത് വളരെ പതുക്കെയാണ് ഇപ്പോൾ പോകുന്നത്. എന്നാലും ഒരു സൂപ്പർ യാത്ര, നല്ല വൈബുള്ള യാത്രയാണ് കേട്ടോ.
അതുപോലെ തന്നെ കേരളത്തിൽ ഇതുപോലെ വേറൊരു യാത്രയും കൂടെ ഉണ്ട്, ഷൊർണൂർ നിലമ്പൂർ യാത്ര. അത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും അടിപൊളിയായിട്ടുള്ളൊരു ട്രെയിൻ റൂട്ട് ഈ കൊല്ലം ചെങ്കോട്ടയാനായിട്ടത്. ഒരു അടിപൊളി കാഴ്ച നോക്കി അങ്ങോട്ടേക്ക്. അതെനിക്ക് തന്നെ തേയിലയാണെന്ന് പറഞ്ഞിട്ട്, തേയില അതെന്തോ ആണെന്ന് സംഭവം, എന്താണെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിഞ്ഞൂടാ. അതിൻ്റെ മേളിൽ കൊണ്ട് കുറേ വീടുകൾ ഇരിക്കുന്നുണ്ട് കേട്ടോ, നല്ല രസമുള്ള കേട്ടോ. ഇങ്ങോട്ട് നോക്കി, ആ കോടയൊക്കെ ഇറങ്ങുന്നുണ്ട്, ആ സൈഡിലുണ്ട് കോടയൊക്കെ ഇറങ്ങി നിൽക്കുന്നതായിട്ട് നല്ലൊരു ഭംഗി കേട്ടോ. കണ്ടോ, ഈ കാണുന്നതാണ് കേട്ടോ, അതൊരു ബിൽഡിംഗ് ആണ് കാണുന്നുണ്ട്. അത് ഫാക്ടറി എന്താണെന്നാണ് തോന്നുന്നത് കേട്ടോ. അത് ഇത് അടുത്ത സ്റ്റേഷൻ എടമൺ കേട്ടോ, എടമൺ സ്റ്റേഷനാണ് അത് നിൽക്കുന്നത്. ഇവിടെയും സ്റ്റോപ്പ് ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഇവിടെ എടമൺ സ്റ്റേഷനിൽ സ്റ്റോപ്പില്ല കേട്ടോ, പക്ഷെ വളരെ പതുക്കണം കേട്ടോ. അത് നല്ല സ്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. അത് നമുക്ക് കാണുമ്പോൾ അറിയാം, വളരെ സ്ലോയിലാണ് പോകുന്നുണ്ട്. ഇവിടെ സ്റ്റോപ്പില്ല, പക്ഷെ ഇവിടെ അതിൽ നല്ല ക്ലൈമറ്റ് കേട്ടോ, മഴയും നല്ല നല്ല കറുത്ത് കിടക്കുന്നുണ്ട്. ഞാൻ കാണിച്ചത് നിങ്ങൾക്കത് ഉണ്ടോ, അവിടെ നല്ല ക്ലൈമറ്റാണ്, വലിയ ചൂടൊന്നുമില്ല, എന്നാലും നമുക്ക് യാത്ര ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇതാണ്, നല്ല ക്ലൈമറ്റാണ്. എന്നാലും വളരെ സ്ലോയിലാണ് പോകുന്നത് കേട്ടോ. ഇതൊക്കെ ഒരു അതിമനോഹരമായ ഒരു കാഴ്ച കണ്ട, ദൂരെ മലനിരകളും ഇവിടെ നോക്കി ഉണ്ടോ, നല്ല രസമുള്ളൊരു കാഴ്ചയാണ്. കാലാവസ്ഥയും കൂടി ഇങ്ങനെ ആയതുകൊണ്ട് നല്ലൊരു മഴയും ചെറിയൊരു കാറ്റും, ഇപ്പം തന്നെ ഒരു ചെറിയ തണുത്ത ചെറിയൊരു കാറ്റുണ്ട്, തണുപ്പ്, ചൂടൊന്നുമില്ല. അപ്പോൾ അത് നല്ലൊരു വൈബുള്ളത് കേട്ടോ, നല്ലൊരു യാത്രയാണത്. എനിക്കെന്തായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു യാത്രയാണ്. ഈ കൊല്ലം തെങ്കാശി റൂട്ട് നല്ല അടിപൊളിയല്ലേ, നല്ല വൈബുള്ള സ്ഥലം, നല്ല രസമല്ലേ കാണാനല്ലേ. നിങ്ങൾ തെങ്കാശിയിലൊക്കെ എങ്ങനെയാണ്, നല്ല അടിപൊളിയാണോ? തെങ്കാശി അല്ല അവിടെ സൂപ്പറാണ്, അവിടെ സൂപ്പറാന്ന് പറയുന്നത്. കേരള സൂപ്പറായ അച്ഛ സൂപ്പറായ, വെരി ബ്യൂട്ടിഫുൾ. അത് ഈ കാഴ്ചകളെ കാണുമ്പോഴേ എല്ലാവരും പറയുന്നതാണ്, ഒരിക്കലെങ്കിലും നിങ്ങളൊരു യാത്ര ഇങ്ങനെ ചെയ്തിരിക്കണം കേട്ടോ. ഈ ഒരു 50 രൂപയേ ഉള്ളൂ കേട്ടോ. കൺവെർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 90 രൂപ കൊടുക്കണം. കൊടുത്താലും കൺവെർട്ട് ചെയ്യാൻ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കൊല്ലം ചെങ്കോട്ട ഒരു യാത്ര തിരിച്ച് വരാൻ. ഇതൊരു ഫസ്റ്റ് തുരങ്കമുണ്ട് കേട്ടോ, ആ തുരങ്കത്തിനകത്ത് കയറി കേട്ടോ, ആൾക്കാരെ കിടന്ന് വിളിക്കാൻ വേണ്ട. ഫസ്റ്റ് തുരങ്കമുണ്ട്, എല്ലാവരും കിടന്ന് വിളിക്കുന്നുണ്ട്. ഒരു ഇലക്ട്രിക് വന്നപ്പോഴേ ഇതിനകത്തൂടെയൊക്കെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തായാലും നല്ല ബുദ്ധിമുട്ട് വേണം കേട്ടോ, നല്ല കഷ്ടപ്പെട്ടായിരിക്കും. എല്ലാവരും ഭയങ്കര വിളിയായിരുന്നു കേട്ടോ. അല്ല ഞാൻ പറയുന്നത്, ഈ തുരങ്കത്തിൽ കൂടെ ഈ തുരങ്കത്തിൽ കൂടെ ഇലക്ട്രിക് ചെയ്യാൻ വേണ്ടി എന്തായാലും നല്ല ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഒരു ഡീസലൊക്കെ ആകുമ്പോൾ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് തുരങ്കം കഴിഞ്ഞു കേട്ടോ. അടുത്തൊരു സ്റ്റോപ്പായി കേട്ടോ, അടുത്തൊരു സ്റ്റേഷനാണ് ഒറ്റക്കൽ. കണ്ടോ, ഒറ്റക്കൽ സ്റ്റേഷൻ. ഇവിടെ എന്തായാലും സ്റ്റോപ്പ് കാണില്ല, ഇവിടെ നടന്നു പോകുന്നത്. ഒരു ചെറിയ സ്റ്റേഷനാണ് കേട്ടോ, വലിയ ആരുമില്ല, ആണെന്നില്ല, സ്റ്റോപ്പൊന്നുമില്ല. ഇവിടെയൊക്കെ അടച്ചിട്ടിരിക്കുന്ന കേട്ടോ, അവിടെ ഒരാളെന്തോ ഇരിപ്പുണ്ട്. അടുത്ത സ്റ്റേഷനായി കേട്ടോ, അടുത്ത ഈ സ്റ്റേഷനാണ് തെന്മല. ഉണ്ടോ, തെന്മലയായി. ഇവിടെ എന്തായാലും സ്റ്റോപ്പ് കാണും കേട്ടോ. ഇവിടെ കയറാൻ ആൾക്കാരുണ്ട് കേട്ടോ, ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ തെന്മല ഇവിടെ ചിലപ്പോൾ ഒരു
2 സെക്കൻഡ് 3 സെക്കൻഡ് കാണും കേട്ടോ. 2 സെക്കൻഡൊക്കെ കാണാൻ ചാൻസ് ഉള്ളൂ എന്ന് തോന്നുന്നു. കാരണം ഇവിടെ ഒരുപാട് ആൾക്കാർ കുറവാണ്. ഉണ്ടോ, കുറച്ച് പേരൊക്കെ നേരത്തെ കയറി. എന്നാലും തെന്മല എന്ന സ്റ്റേഷൻ കേട്ടോ, നല്ല അടിപൊളി സ്റ്റേഷൻ കേട്ടോ. അയ്യോ, വണ്ടി എടുക്കാറായി, വണ്ടി എടുത്തു. ഇതോ കാണുന്നുണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുന്നുണ്ടോ? അതുകൊണ്ട് ആ ഒരു പാലം പോലെ ഒരു വെള്ള കളർ കാണുന്നുണ്ടോ, അതാണ് 13 കണ്ണറ പാലം. പിന്നെ ഈ ട്രെയിൻ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ വരും അല്ലേ, കറങ്ങിയല്ല ഇങ്ങനെ പോകുന്നത്. ട്രെയിൻ ഇങ്ങനെ കറങ്ങി പോകും. കറങ്ങി പോകുന്നുണ്ട്. എന്തായാലും ആ ഒരു സൂപ്പർ കാഴ്ച എന്തായാലും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. മഴ പെയ്തില്ലെങ്കിൽ കേട്ടോ, എന്നാലും അങ്ങനെയാണ് കാലാവസ്ഥ. ഇതാണ് കേട്ടോ ആ 13 കണ്ണറ പാലം. കണ്ടോ, നോക്കിയേ, അവിടെ കൂടെ പോണേട്ടോ. ആ ഭംഗിയെ നോക്കിയേ നിങ്ങൾ. താഴെ കൂടെ ആണ് തമിഴ്നാട്ടിലോട്ടൊക്കെ വണ്ടികൾ പോകുന്നത്, ചരക്ക് വണ്ടികളൊക്കെ പോകുന്നുണ്ട്, താഴെ കൂടെ പോകുന്നുണ്ട്. ഉണ്ടോ, ഒരു അടിപൊളി കാഴ്ചയാണ്. കണ്ടോ, ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയാണ് കേട്ടോ. അത്രയും അതിമനോഹരമായ ഒരു കാഴ്ച. ഏകദേശം ഒരു 108 വർഷം പഴക്കമുണ്ടെന്ന് പറഞ്ഞിട്ട് ഈ പാലത്തിന് 13 കണ്ണറ പാലം എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടെ നിന്നുള്ള കുറച്ച് വേറൊരു കാഴ്ച നിങ്ങളുടെ കാണിച്ചു തരാം. കണ്ടോ, കണ്ടോ, ഇവിടെയൊക്കെ ഇറങ്ങി ഈ നദിയിലേക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് കേട്ടോ. അടുത്തൊരു സ്റ്റേഷൻ കേട്ടോ, ഇടപ്പാളയം. കണ്ടോ, ഇടപ്പാളയം. ഇതിന് സ്റ്റോപ്പില്ല, നല്ല സ്പീഡ് പോകുന്നത്. ആരും ഇല്ല കേട്ടോ, എല്ലാം അടച്ചിട്ടിരിക്കുന്നു. അടുത്ത സ്റ്റേഷൻ കേട്ടോ ആര്യങ്കാവ് കേട്ടോ, ആര്യങ്കാവ് സ്റ്റേഷൻ. എന്തായാലും പ്ലാറ്റ്ഫോമൊക്കെ ചെറുതായിട്ട് ചെയ്ത് വരുന്നേ ഉള്ളൂ കേട്ടോ. ഇവിടെ കുറച്ച് സമയം നിർത്തത്തുള്ളൂ. ഇവിടെയൊക്കെ പണി നടക്കുന്നതേ ഉള്ളൂ ഇവിടെ. ഇത് ആവണീശ്വരം സ്റ്റേഷൻ കേട്ടോ. പക്ഷേ ഇവിടെ ട്രെയിൻ നിർത്തിയിരുന്നെങ്കിലേ എനിക്കിവിടെ നിന്ന് ഇറങ്ങി ടിക്കറ്റ് എടുത്ത് മറ്റേ തിരിച്ചു വരുന്ന വണ്ടി കയറായിരുന്നു. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ചെങ്കോട്ടിൽ ഇറങ്ങിയാൽ അത് വണ്ടി കിട്ടുമോ എന്നറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. ആവണീശ്വരം സ്റ്റേഷനിൽ നിർത്തിയിട്ടില്ല, ഇപ്പോൾ അതിൻ്റെ ഔട്ടറിലാണ് കൊണ്ട് നിർത്തിയത് വണ്ടി. എന്തായാലും നോക്കാം, കിട്ടിയില്ലെങ്കിൽ തിരിച്ച് ബസ്സിലായിരിക്കും വരേണ്ടത്. ഇവിടെ തൊട്ട് മുമ്പിൽ കണ്ടില്ലേ ആവണീശ്വരം സ്റ്റേഷൻ, ആ സ്റ്റേഷനിൽ വണ്ടി നിർത്തിയില്ല, ഔട്ടറിലാണ് വണ്ടി നിർത്തിയത്. അപ്പം ഈ മധുര ഗുരുവായൂർ പാസഞ്ചർ ഇപ്പം ചെങ്കോട്ടയിലെത്തി. അപ്പം ഇത് വണ്ടി അവിടെ എത്തി. അപ്പോൾ എനിക്ക് ടിക്കറ്റ് എടുത്തിട്ട് ഉടൻ തിരിച്ച് കയറണം. അതിൽ കയറാൻ പറ്റുമോ എന്നറിയില്ല. കുറച്ച് നേരം ഇടാണെങ്കിൽ നമുക്ക് വണ്ടി കയറാൻ പറ്റും, ഇല്ലെങ്കിൽ ഞാൻ ബസ്സിൽ വരേണ്ടി വരും. എന്താ ടീച്ചർ പറഞ്ഞു, പിന്നെ അവിടെ പോയി നോക്കാൻ പറഞ്ഞു, ചെങ്കോട്ടയിൽ പോയി നോക്കാൻ പറഞ്ഞു. ഇല്ലെങ്കിൽ ആവണീശ്വരത്ത് ഞാനിപ്പം ഔട്ടറിൽ ഇറങ്ങിയിരുന്നെങ്കിൽ പിന്നെ എനിക്ക് വരാൻ പാടാണ്, സ്റ്റേഷനിലെത്താൻ പാടാണ്. എന്തായാലും പോയി നോക്കാം. എനിക്ക് ആ ട്രെയിൻ കിട്ടിയില്ല കേട്ടോ. ഞാൻ അവിടെ വന്ന് ഇറങ്ങി, അത് 3ാമത്തെ പ്ലാറ്റ്ഫോമാണ് എൻ്റെ വണ്ടി വന്ന് നിന്നത്. പിന്നെ 2 പ്ലാറ്റ്ഫോം കഴിഞ്ഞ് എനിക്ക് ഇപ്പുറത്ത് വരാൻ പറ്റും. ഞാൻ വന്നപ്പോൾ ഞാൻ ആ ഗുരുവായൂർ പാസഞ്ചർ അതിൽ ടിക്കറ്റ് ചോദിച്ചു, ഇങ്ങനെ ടിക്കറ്റ് എടുത്തിട്ടില്ല, പോയിട്ട് വരുമ്പോൾ ലേറ്റായി ഇതായി പോകും, വണ്ടി പോകും, അപ്പം കയറിയ ടിക്കറ്റ് തരുന്നില്ല. അപ്പോൾ പറഞ്ഞ് മിനിമം 500 രൂപ എന്ന് പറഞ്ഞു. അപ്പോൾ അത് നടക്കില്ല അത്. അതുകൊണ്ട് ഞാൻ ഓടി വന്ന് ടിക്കറ്റ് എടുത്തപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഒന്ന് പോയി നോക്കാം, ചിലപ്പോൾ കിട്ടില്ല എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ ഇവിടുന്ന് ഓടി ചെന്നാൽ സ്റ്റെപ്പ് ഇറങ്ങിയതും വണ്ടി എടുത്തു. എന്നാലും ഓടി കയറാൻ എനിക്ക് പറ്റിയില്ല, അല്ലെങ്കിൽ ഞാൻ ഓടിയെങ്കിലും ഞാൻ കയറിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഞാൻ തന്നെ ഈ സ്റ്റേഷൻ്റെ ബാക്കിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്, ചെങ്കോട്ടയുടെ ബാക്കിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ് സ്റ്റേഷൻ. ഇനിയിപ്പം ഞാൻ എന്തെങ്കിലും ഫുഡ് കഴിക്കണം. പിന്നെ ഇനി ഇവിടെ KSRTCയോ എങ്കിലും ബസ് കിട്ടണമെങ്കിലും നോക്കണം. ഇവിടുന്ന് കൊല്ലോ അല്ലെങ്കിൽ ട്രിവാൻഡ്രത്തിൽ ഏതെങ്കിലും ബസ് കിട്ടുമെങ്കിൽ അതിൽ കയറി ഇനി പോകണം. കുഴപ്പമില്ലല്ലേ, ഇതൊക്കെ ഇതിൻ്റെ കൂടെ ഉള്ളത് തന്നെയല്ലേ. നമുക്ക് ഓരോ യാത്രകൾ ഓരോ അനുഭവങ്ങളെന്നല്ല പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും വേറെ വണ്ടി നോക്കാം. ഇത് ഞാൻ എന്തായാലും ഫുഡെങ്കിലും കഴിക്കണം. അപ്പോൾ അത് കഴിച്ചിട്ടൊന്ന് ഞാൻ ആ സ്റ്റേഷൻ്റെ അവിടെ വന്നപ്പോഴത്തേക്ക് അവിടെ ബസ്സൊന്നും ഇല്ല കേട്ടോ, അവിടെ ഓട്ടോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനവിടെ ചോദിച്ചാൽ പറഞ്ഞു ഇവിടെ നിന്ന് 1 കിലോമീറ്റർ നടന്നു കഴിഞ്ഞാൽ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്, അവിടെ നിന്ന് ബസ്സിൽ കയറി ചെങ്കോട്ട ബസ് സ്റ്റാൻഡിൽ ചെന്നാൽ അവിടെ ബസ് കിട്ടുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ട്രിവാൻഡ്രം കിട്ടും. അപ്പോൾ ഞാൻ അങ്ങനെ എന്താ നടന്നു, 1 കിലോമീറ്ററല്ലേ ഉള്ളൂ, അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഹോട്ടലും ഇല്ല അവിടെ. അപ്പോൾ ഇനി ബസ് സ്റ്റാൻഡിൽ അവിടെ ചെന്നിട്ട് നോക്കിയിട്ടാണ് അവിടെ നിന്ന് കഴിക്കാൻ, അവിടെ നിന്ന് കഴിച്ചിട്ട് കയറാം.
അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ചാണെങ്കിൽ വന്നു കേട്ടോ, മറ്റേ റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ നിന്ന് ബസ് കിട്ടിയില്ല. ബസ് കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു, ബസ് കിട്ടിയില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഒരു ഓട്ടോ പിടി 10 രൂപ. ഇതാണ് ചെങ്കോട്ടെ ബസ് സ്റ്റാൻഡ്. അതെ, ഇനിയിപ്പം കേരള ബസ് വരുമെന്ന് അവർ പറയണത്. ഇവിടെ ഒരുപാട് തമിഴ്നാട് ബസ്സും ഒക്കെ കിടപ്പുണ്ട്. ചെങ്കോട്ട അങ്ങോട്ട് ഇവിടെ തിരുനെൽവേലിയൊക്കെ ഉള്ള ബസ്സിൽ ഒരുപാട് കിടപ്പുണ്ട്. ഒരു ചെറിയ ബസ് സ്റ്റാൻഡ് കേട്ടോ, ഒരു ബസ് സ്റ്റാൻഡ്. അപ്പോൾ ഇനിയിപ്പം നമുക്ക് കേരള വണ്ടി വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. എന്തായാലും അവരിപ്പം വരുമെന്ന് അവർ പറഞ്ഞത്. ഇവിടെ ഹോട്ടലൊന്നും ഇല്ല കേട്ടോ. പ്രത്യേകിച്ച് സൺഡേ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. ഒരു ഹോട്ടൽസ് നമുക്ക് ഒരു കുറവ് ഒരുപാട്. അതുകൊണ്ട് ഞാൻ ഒരു ബോട്ടിൽ വെള്ളമൊക്കെ വാങ്ങിച്ചു വെച്ചാൽ എന്തായാലും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്തായാലും ഇവിടെ നിന്ന് ഒരു 2-2.5-3 മണിക്കൂർ യാത്ര എന്തായാലും. ഞാനങ്ങനെ ചെങ്കോട്ടയിൽ നിന്ന് ബസ് കയറി കേട്ടോ. ബസ് കയറി 3:30 ബസ് കയറിയതാണ്. 3:30 ബസ് കയറി ഞാനിപ്പോൾ ഇവിടെ 7:30 ആയപ്പം തമ്പാനിലെത്തി കേട്ടോ. കാരണം നല്ല ബ്ലോക്കല്ല കേട്ടോ. റോഡ് ഭയങ്കര മോശമാണ്. ഇങ്ങോട്ട് റോഡ് ബസ്സിൽ വരാൻ റോഡ് മോശമായിരുന്നു. അതുപോലെ ഫുൾ തിരക്കായിരുന്നു. ഞാൻ ചെങ്കോട്ടയിൽ നിന്ന് പാലോട് വരെ നിന്നാണ് വന്നത്. പിന്നെ അത് എനിക്ക് സീറ്റ് കിട്ടിയത്. ഇപ്പോൾ എന്തായാലും 7:30 ആയപ്പോൾ ഞാനിവിടെ എത്തി. ഇനി വീട്ടിലോട്ട് പോവുകയാണ്. ഒരിക്കലും മതി വരാത്ത ഓരോരോ കാഴ്ചകൾ കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഈ ട്രെയിനിൽ കൂടെയുള്ള ഈ പശ്ചിമഘട്ട മലനിരയിലൂടെയുള്ള ഈ യാത്ര, ഈ ട്രെയിനിലെ യാത്ര ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എന്തായാലും ഇനി ഒരുപാട് യാത്രകളും ഒരുപാട് കാഴ്ചകളും നിങ്ങളുടെ മുന്നിൽ എത്തിക്കാറുണ്ട്. അപ്പം ഈ യാത്ര നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.